வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட விஜய் ஜெயமணி இருக்காங்க. வணக்கம். வணக்கம். ஓகே, எல்லாம் பார்ட் 1 and 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருங்க, போய் பாருங்க. இப்போ நம்ம பார்ட் 3 போயிடலாம். നീ അടുത്ത ആഴ്ച എപ്പോഴാ ഫ്രീ ആവുന്നത്? അപ്പൊ അങ്ങനെയാ. അതെ, ഹലോ ഹലോ, നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത കോട്ടയങ്ങാട്. ഇതെന്ന് വിളിച്ചു അത്യാവശ്യം എവിടെ ചെന്നാലും റീച്ചാണ്. പോലീസ് തന്നെ ഇല്ല, പോലീസ് ഇല്ല, ഇല്ല. ஏதோ காரை பிடிச்சி வச்சிருக்காங்க. ஏதோ பொண்ணு கூட வந்து மாட்டிக்கிட்டான் போல. The creepy guy. വെറുതെ സംസാരിക്കാതെ ഫ്രണ്ടിനെ കാണണ്ട. யாரா அவனுங்க? കൊറേ നേരായിട്ട് ഇവര് ഇവിടുന്ന് സെറ്റപ്പാണ്. ഇത് ആദ്യം കണ്ടത് ഓന്താണ്. தம்பியா? ജിം ഫ്രീക്ക് ആവണ. ഓ, കാറിനകത്ത് ഡിങ്കോ ഫിഷ്. ஜெரான ஏரியா போலடா சாமி இது. ഞാൻ സംസാരിക്കട്ടെ. ഒന്നുമില്ല കേട്ടോ, ഞങ്ങൾ വെറുതെ ഇവിടെ സംസാരിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ഇവര് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി കേട്ടാ. പിള്ളേര് മഹാനമ്പാണ്, വെറുതെ ഇവിടെ വഷളാക്കാൻ നിൽക്കണ്ട ചേട്ടാ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്കുക. അവർ വന്നിട്ട് കാര്യങ്ങൾ തീർക്കട്ടെ. പോലീസൊക്കെ മലകയറി വരും, 2-3 മണിക്കൂർ എടുക്കും. അപ്പം കൊച്ചിനെ വെച്ചിരിക്കുക എന്തായാലും കൊടുത്ത് ഒഴിവാക്കാൻ നോക്കും. ചേട്ടാ, ഞാൻ എന്നെ വെള്ളം തരാം, എന്നെ ഇവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കി. ഞാൻ അധികം പൈസ ഒന്നും ഇല്ല ഇങ്ങനെയാണെങ്കിൽ നീ തന്നെ ഡീൽ ചെയ്താൽ മതി. ചേട്ടാ, ഇതേ ഉള്ളൂ. പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ല ചേട്ടാ. മേലെ ഇമാരി അഭ്യാസമായിട്ട് ഈ ഏരിയയിലേക്ക് വന്നേക്കരുത് കേട്ടാ. ഇല്ല, പോകും. ஆனா கேரளா இந்த அளவுக்கு ரிஸ்கியான பிளேஸா? പോടാ എടുത്തു. ഈ ആദ്യം കണ്ടവർക്കല്ലേ വല്ലതും കൊടുക്കേണ്ടത്. അതല്ലേ ഞാൻ ചോദിച്ചത്. அப்படியே தள்ளி விட்டுருக்கோமா அவனை? കണ്ടോർന്നില്ല. നല്ലൊരു ക്ലോസ് എടുക്കാന്ന് വെച്ചാൽ കൊച്ചത് നേരെ ഇരിക്കും. വണ്ടി ഇടിച്ചാ മാറി. ചുമ്മാ ഇറങ്ങിക്കോളും. നീ ആ കൊച്ചിനെ 3 തയ്ക്കാൻ മേലേണ്ടാണ്, അല്ലെങ്കിൽ ഇവനൊന്നും മര്യാദയ്ക്ക് മല ഇറങ്ങിയാലും. എനിച്ചിട്ടാ ഈ കണ്ട കാടും മേടും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് വേണ്ടി. സോറ് കെട്ട സാഹിത്യാണല്ലോ. இதுவும் ட்ரெய்லர்ல ஒரு தடவை ரிங் பண்ண பார்த்ததா ஏதோ சரியில்லை. நம்மால் மாரி தெரியல இது. இந்த பையனா? ഞാൻ 12B-ലെ ജോസിക്ക് ദീദി. എപ്പോ എത്തി? ഞാൻ ഒരാഴ്ചയായി. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ദുബായിലായിരുന്നു, IT ഫീൽഡിൽ. IT ഫീൽഡൊക്കെ ഭയങ്കര തകർച്ചയാണല്ലോ ഇപ്പൊ. ഞാൻ വരുന്ന വഴിക്ക് പുള്ളിക്കാരനെ കണ്ടായിരുന്നു. അപ്പൊ പോണത് ഇപ്പൊ ഞാൻ എന്താ? ഞാൻ ഇവിടെ ടൗണിലൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്താം. പിന്നെ നമ്മളവിടെ കൃഷിയൊക്കെ ഇറക്കിയിരിക്കുന്നു. ആണ്ടെ വരുന്നടാ. ശരി, ഞാൻ കുറച്ച് ജോലിയുണ്ട്. ഓ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഇവിടേക്കൊക്കെ തന്നെ കാണും. നമ്പർ തരട്ടെ? തരാം. இது பொண்ணே இல்லையாடா? இது வரைக்கும் நான் பொண்ணே பார்க்கலையே. அந்த இது இன்னும் மம்தா பேச்சு மட்டும்தான். அப்புறம் அவங்க இது என்ன பிரேமனோட அம்மா. யாரோட அம்மா? பிரேமன். சரி, 3 பேர் தானே பார்த்துருக்கான். இருக்காங்கடா. அவங்க எடுத்து சீன் போறதுக்காக அப்படி பண்ண. അവള് വിളിക്കും ഉറപ്പാ. இந்த ஊருக்குள்ள சுத்திட்டு இருக்கிறானுங்களா தள்ளி கட்டுறான். மற்ற பசங்க பேருக்கு எடுத்துருவாங்க போல இருக்கும்.
ആയിരിക്കും. എനക്കൊന്നും അങ്ങനെ നോക്കാനുള്ള കേട്ടോ. ഓക്കെ എന്താ അന്ത സ്പോട്ടം പോലെ നമ്മളാരും ഞങ്ങൾ നോക്കാൻ പോകത്തില്ല. നീ എന്നാ പറഞ്ഞാലും ഞാൻ നടത്തി തരില്ലേ. എന്റെ ഏത് ആഗ്രഹിച്ചേട്ടായി നടത്തി തരും. പോണങ്ങോട്ട്. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം. ഓ ഇപ്പഴാണ് അറിയാതെ ആത്മാവിൽ ചിറക് കുടഞ്ഞോരഴകേ. അമ്പകൾ മാർഷൽ വുഡൊക്കെ അറിയാം. വരത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ. പാട്ട് കേട്ട മാറില്ല. ഞാൻ കേട്ടതുള്ളു. കാർഡ് എടുക്കുമ്പോൾ പാട്ടിന് പാടി വാങ്ങി. യെസ് ഇത് കേൾക്കുന്നില്ലേ? പാടാണ്. അതിന്റെ അല്ല, നമ്മുടെ സ്ഥലത്ത് നമ്മുടെ മനസ്സമാനം കളയുന്നത് എന്നാ പരിപാടിയാ? ഇതൊരു നാട്ടും പുറമല്ലേ, വൈകിട്ട് വരെ പണിയൊക്കെ എടുത്ത് രണ്ടെണ്ണം വിട്ട് ബാക്കിയുള്ളവർക്കും ഇത് നാടൻ പാട്ടൊന്നുമല്ല, എന്നെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെയാ. എനിക്കിത് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. பிரச்சனை இதான் ஸ்டார்ட் ஆக போகுது. பெங்களூர் டேஸ்ல எனக்கு ஒரு ஃபிளாஷ்பேக் இருக்குமோ கேங்ஸ்டர் மாரி இருக்கலாம். നിങ്ങള് പാട്ടും നിർത്തിയിരുന്നേ കൊള്ളായിരുന്നു. ഞാനും വൈഫും വർക്ക് ചെയ്യാൻ. സാറിന് പണിയെടുക്കാനുള്ളത് പിള്ളേരല്ല സാറേ, വിട്ടുകളാ. സാറ് താഴെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, വെറുതെ വലിയൊരു മുകളിലേക്ക് പറഞ്ഞില്ല. അത് കുഴപ്പമില്ല, വൈഫിന് ചെറിയൊരു ഹെൽത്ത് സിറ്റുവേഷൻ ഇല്ല സാറേ. ഞങ്ങൾ നിർത്തി, ഇനി പാടത്തില്ല. കുടുംബത്തിലൊരു കല്യാണമൊക്കെ നടക്കാൻ പോകണേ, അതാണ്. എടാ സാറിന് ചെറുത് വെച്ചാ ഇല്ല, വേണ്ട. അതിനാ സാർ അടിക്കത്തില്ലേ? ഇല്ല, ഒരെണ്ണം അടിച്ചു പോകാൻ ഞങ്ങളുടെ സന്തോഷം. நோ ப்ரோ, ഒരു ചേച്ചി പറഞ്ഞ இவனுங்க கூட போய் சேர்றியாடா? அப்பா ഓക്കെ, താങ്ക് യു. ஒரு கிளாஸ்லயே மட்டும் அது கல் ஹெவியா இருக்கு போல. ஒரு சில பேருக்கு செட் ஆகாது. இவரு தான் குடிக்கிற மாதிரி தானே காமிச்சிருக்காங்க. இவர் குடிப்பாரு, பட் வேற ட்ரிங்க் அடிக்கிறாரு. அவர் ஒயின் தான் யூஸ்வலா குடிக்கிற மாதிரி காட்டினாங்க. கல்லெல்லாம் கொஞ்சம் ஹெவி ஸ்டஃப்னு நினைக்கிறேன். കുറച്ച് ഓവറായി പോയത് കല്യാണത്തിലൊക്കെ ആയിട്ട്. ഇപ്പൊ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടോ? ഒരു ഡ്രിങ്ക് എബി എന്തിനാ അവന്മാരുടെ ഡ്രിങ്ക്സ് കഴിക്കാൻ പോയെ? ആ, എന്റെ പൊന്നെബി, ഇത് ബാംഗ്ലൂരും ദുബായും ഒന്നും അല്ല. എബിക്കോട്ട് അവന്മാരെ അറിയത്തൂല. നമ്മൾ നിർത്താൻ പറഞ്ഞപ്പോ ഒരു പാട്ട് പാടുന്നത്, അതുകൊണ്ട് ഒരു ഡ്രിങ്ക് ഓഫ് ചെയ്തപ്പോ എനിക്ക് വേണ്ടാന്ന് പറയാൻ തോന്നിയില്ല. എന്താ കുഴപ്പം? എബി ഒരു കുഴപ്പമില്ല, എബി ഒരു കുഴപ്പമില്ല. സംസാരിച്ചിട്ട് പോ. സംസാരിച്ചിട്ട് കാര്യം എന്താ? ആ ശരി. அவங்க சீரியஸா எடுத்துக்கிற அளவுக்கு இவர் எடுத்துக்கல அப்படிங்கறத கோவம். பட் அந்த கம்யூனிகேஷன் கேப் இருக்கு. நோ ட்ரெஸ்பாசிங். லேப் செட்டப் மாதிரியே இல்ல. கைண்ட் ஆஃப். அது பிரேமனா அது மாதிரிதான் இருக்கு. പണിക്ക് പോയേക്കോ സാറേ? ബോട്ടില് ഞാൻ കണ്ടിരുന്നു. നാണം നോക്കി. സാറ് പ്രേമിച്ചാണോ കിട്ടിയത്? സാറ് പ്രേമിച്ചാണോ കിട്ടിയത്? കിട്ടുവാതെ. എന്നാ ശരി സാറേ, പോയേക്കോ, ക്ലാസ് ഉണ്ട്. ക്ലാസ്സിലേക്ക് തന്നെയാണല്ലോ അല്ലേ? അതെ അതെ. இன்னைக்கு ஸ்லீதா இருக்கா, கேப் இருக்கா? பாத்துட்டாங்க. வேணி ரிமூவ் பண்ணிருப்பாங்க. வேணே கேப் விட்டுருக்கு. கேமராவா? ഇതാരുടെ ഫോണാണ്? ബാത്റൂമിൽ ആരുണ്ടോ ഒക്കെ? ஓகே, சிம் அவன் நம்பர் എന്തേ നോക്കുന്നു? அவன் தான்
தெரியல பாப்போம். എടുത്താൽ ആരെയും புரிஞ்சு. அவனுக்கு வந்து இப்போ இதாக போகுதுன்னு நினைக்கிறேன். லவுட் ஸ்பீக்கரில் போட போகிறான், எல்லாரும் முன்னாடியும் அவமானமாக போகுது. അവൻ ഫോണാ இதுக்கும் மேல அவங்க போலான்னா എബി എനിക്ക് ഇവനെയൊക്കെ സ്കൂൾ ടൈം തുടങ്ങി അറിയാവുന്നതാ. ലോക പിഴകളാണ്. ഇതെങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. താൻ എന്തേ കാണിക്കുന്നത്? ഇങ്ങോട്ട് ഇരുന്നേ. എബി നമുക്ക് സമാധാനമായി ഇതിൽ പേசுறதுக்கு என்ன இருக்கு? ഒറ്റൊരുത്തനെ നമ്മുടെ പറമ്പേ കയറ്റാൻ ഒക്കത്തില്ല. നമ്മൾ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുവാണ്. എബി എനിക്ക് എന്റെ വീട്ടിൽ ഇങ്ങനെ പേടിച്ച് ജീവിക്കണ്ട. அதுக்கு முன்னாடி வரைக்கும் கூட பரவாயில்ல, பேசிட்டிக்கலாம்னு சொல்லலாம். സമാധാനമായിട്ട് പറ്റില്ലാന്ന് പറഞ്ഞു. ഞാൻ പോയി സംസാരിക്കാം. ஓகே, இப்ப போய் அடிக்கலாம் பேசுறேன்னு சொல்லிட்டு. இப்போ சீரியஸாக பேசலைன்னா வந்து ஐ வில் லூஸ் ரெஸ்பெக்ட் ஃபார் ஹிம். எஸ் கோர்ஸ். அவங்க அப்பாட்ட போய் சொல்லிட்டானா அண்ணன்ட்டியா? സാറിന് ആള് മാറിയതാകാനേ വഴിയുള്ളൂ. ജോസിയെ மொழியே சரியில்லை. அவனுக்கு எவன் மொழியுமே சரியில்லடா. காக்கே கிரீப்பியா இருக்கு. இவங்கெல்லாம் கூட கொஞ்சம் நார்மலா இருக்காங்க. ഇത് നിന്റെയാണോ? അതെ, ഇതെങ്ങനെ പൊട്ടി? ഇതാ ബിജുവിന്റെ ഇടയിൽ ഡിസ്പ്ലേ നന്നാക്കാൻ കൊടുത്താണല്ലോ. ഇതാരെ പൊട്ടിച്ചേ? புது വല്ലത് കഴിച്ചു വേഗം പള്ളിയിലേക്ക് പോകുന്നു. ബിജു ഓരോ അമ്മമാരെ ഫോൺ നന്നാക്കാൻ കൊടുത്താണല്ലോ ഫോണേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല സാറേ, ഞങ്ങളുടെ പിള്ളേരെ ചെയ്യില്ല. அவனுக்கு செஞ்சதான் பார்த்துமே அந்த மலை மேல. എനിക്ക് ഉറപ്പാ. എന്ത് നീ തന്നെ വെച്ചത് എന്നെ കൊടുത്ത് കാണിച്ചോ. അതങ്ങ് വിട്ടുകളാ. പിന്നെ കോൺട്രാക്ടിന്റെ കാര്യം അതങ്ങനെ തോന്നുമ്പോ നിർത്താനും തുടങ്ങാനൊന്നും ഒക്കെയല്ലല്ലോ. അതും ഇമാതിരി കേസിനൊക്കെ. പിന്നെ നിങ്ങളുടെ പറമ്പിൽ കയറുമ്പം ശ്രദ്ധിച്ചോളാൻ ഞാൻ പിള്ളേർ സെറ്റിനോടൊക്കെ ഒന്ന് പറഞ്ഞോളാം. അതുപോലെ അപ്പൊ സാർ ചെല്ലേ, ഇവിടെ കല്യാണമൊക്കെ ഈ അടുത്ത് വരിക, ഞങ്ങൾ അതിന്റെ കുറച്ച് ഓട്ടത്തിലാണ്. പിന്നെ സാറേ, ഇതൊരു നാട്ടുംപുറമാണ്. ഇവിടെ അതിൻ്റെതായ കുറച്ച് ഏർപ്പാടുകളൊക്കെ ഉണ്ട്. അത് സാറും മാഡവും ഒന്ന് ഓർത്താ കൊള്ളാം. അപ്പൊ ശരി, സാർ ഇറങ്ങിയല്ലേ? இது கைண்ட் ஆஃப் வார்னிங் மாதிரி இருக்கு. கேட்டுக்கிட்டு வர்றதெல்லாம் வந்து bloody insult to his wife. എത്ര നാളത്തെ ലീവ് ഉണ്ട്? അടുത്ത പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങോ? ഓ, എവിടുന്ന് ഒരു 2 ദിവസം എല്ലാരും ഒന്ന് കണ്ണടച്ചാൽ മതി. പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ തീർത്തു തരാം. யாருக்கு கல்யாணம்? ഓരോരുത്തര് വന്നോളൂ ഓരോ കേസ് കിട്ടുമായിട്ട്. அடுத்த ஸ்டெப்பு அட்லீஸ்ட் அவங்க 3 ஆகலாம். பெங்களூர் வேற ஏதாச்சும் போகலாம். இங்கே இருந்தாங்கன்னா என்ன கதைன்னு புரியல எனக்கு. நம்ம அடுத்த ஸ்டெப்பாக அதை எடுக்கலாம். இப்போ கான்ட்ராக்ட்னு சொன்ன என்ன கான்ட்ராக்ட்? வீடோட கான்ட்ராக்டா? அவங்க லேண்டோட கான்ட்ராக்ட். கான்ட்ராக்ட் கேன்சல் ஆகலைன்னா அவள் கடுப்பாயிருவா. கைண்ட் ஆஃப் ட்ரிக்கி சுச்சுவேஷன் தான். அவங்க வீட்லயே இவங்களால நிம்மதியா இருக்க முடியல. എബി എന്തായി? അതെന്തോ കൺഫ്യൂഷനാണ്. അയാൾ ഫോൺ ശരിയാക്കാൻ കൊടുത്തിരിക്കാന്ന് പറയാം. എബി എനിക്ക് ഇതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. എബി ഇങ്ങനെ പാവാവല്ലേ? വീட்டுக்கு வந்து என் ஃபோன் நம்பர் தரான். സംസാരിക്കാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു അവിടെ. കോൺട്രാക്ടറിന്റെ മൂത്തമുള്ള കല്യാണത്തിരക്കില്ല എല്ലാവരും. ആ സാൻഡ്ര ഓക്കേ. എബി ഒന്നും ചെയ്യണ്ട, പോരെ. இவர் மட்டும் என்ன பண்ண முடியும்? போய் கேட்கலாம். இவ்வளோ கேர்லெஸ்ஸாக இருக்கிறத பார்த்தா நான் சொன்ன ஃப்ளாஷ்பேக்கில் ஏதாச்சும் கெங்ஸ்டர் இருந்துருவாரு. ഞാൻ കോൺട്രാക്ടറിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം വരാതെ നോക്കിക്കൊള്ളാന്ന് അയാൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എബി എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. താൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? ഈ നാട്ടിൽ പോലീസും കോടതിയൊക്കെ ഇല്ലേ? ഇനി അവന്മാരുടെ ഭാഗത്തുനിന്ന് എന്ത് കുഴപ്പമുണ്ടായാലും നമ്മൾ ലീഗലായിട്ട് ഡീൽ ചെയ്യും. லீகலா டீல் பண்ற அளவுக்குலாம் அவங்க இல்ல பாஸ். തമ്മിലും കഴിച്ചു വാടും. எனக்கு அந்த சிவர் ரொம்ப பிடிச்சிருக்கு, நல்லா இருக்கு. ரெட் அண்ட் பிளாக். எனக்கு ஹாண்டடாக இருக்கும் மாதிரி. നമുക്ക് നാളെ കഴിഞ്ഞ ഡ്രൈവ് ഓടിച്ചാലോ? കോട്ടയം വരെ തോമസിനെ കാണാനാണോ? നമുക്ക് ഫ്രീ ആ. ഇല്ല ബി, എനിക്ക് കുറച്ച് വർക്ക് അർജന്റ് ആയിട്ട് തീർക്കാനുണ്ട്. ഡെഡ് ലൈൻ ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. இவன் இப்போ வேலை பார்க்கல. ஸ்டார்ட் அப் கார் வீட்லயே ഞാൻ இருக்கலாம்ல. ഒറ്റയ്ക്ക് ഇരിക്കത്തില്ല. இதுக்கு எல்லாம் இது சுற்றிட்டு இருக்கோம். ஸ்டார்ட் அப் விஷயமா பார்க்க போறாரு. ഉറപ്പാണോ? ബി ഹാപ്പി ആയിട്ട് പോയിട്ടോ. லைப்ரரியில போய் உட்காந்துக்கிறாங்களா? നിങ്ങളെ ബിസിനസ് സംസാരിക്കുന്നിടത്ത് ഞാൻ വന്നിട്ട് എന്നെ ചെയ്യണേ?
இதுதான் நடக்க போகுது. Mirror, mirror on the wall. വിളിക്കായിരുന്നില്ലേ? ഞാൻ വിളിക്കാഞ്ഞത് താനെന്തിനാ അത്ര നേരത്തെ എണീറ്റിട്ട്? ഓക്കെ അല്ലേടോ? അടിപൊളി. പറയട്ടെ, താനെങ്ങനെ കോൺവെന്റിലേക്ക് വിളിച്ചു? അപ്പൊ സ്കൂട്ടറിൽ. അപ്പൊ ശരി, ഇന്നലെ ബെനിച്ചേട്ടനെ വിളിച്ചാൽ മതി. ഞാൻ തിരിച്ച് പുറപ്പെടുന്നു നോക്കി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇപ്പേക്കേ இவன் எப்படா போவான்னு பார்த்துக்கிட்டே இருப்பானுங்க அவனுங்க, பைத்தியக்காரனுங்க. நீதான் பொழப்பே வச்சிருக்காங்க போல. ஊர்ல வேலையே இல்லை போலடா அவங்களுக்கு. டீ அது டீ லீஃப் அது அது டீ லீஃபில். நம்ம ஹிடன் கேமரா மாதிரி இல்லை ஆங்கிள். தெரில எனக்கு. இந்த மிரர் சம்திங் ஏதோ கனெக்ட் இருக்குடா. இங்க பார்த்தாலும் மிரராகவே இருக்கு. வந்துட்டான். அவன் தான் அந்த மாதிரி காலிங் பில் அடிப்பான். அவன் பேர் என்ன? இந்த படத்துலயா? ஜூடியா, ஷராஃபுதீன் ஆக்சுவலி. அப்படியே കഥ ശ്രദ്ധിച്ചിരുന്ന അവൻ தான். നിങ്ങൾ ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഒരു കാര്യം നേരിട്ട് പറയാന്ന് വിചാരിച്ചു വന്നാ. നീ ഒന്നും ചെല്ലവണ കിളമ്പുരാജ. ഓക്കെ ശരി. അതേക്കുറിച്ച് അടക്കല്ലേ. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം അറിയുന്നത്. സത്യമായിട്ട് ആ ബിജുവിന്റെ കടയിൽ നന്നാക്കാൻ കൊടുത്ത ഫോണാണ്. സംശയമുണ്ട് ഇത് ജോണിമോനോട് ചോദിച്ചു. പുരുഷ இருக்க போன்னு சொல்லியிருക്കണ്ട നീ. നിങ്ങളൊന്നും പോണോ? എന്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല. എനിക്ക് നിങ്ങളോടൊന്നും ഒന്നും സംസാരിക്കാനില്ല. ജോണിമോനെ വേണ്ട. അതേക്കുറിച്ച് പറഞ്ഞല്ലോ. എനിക്ക് നിങ്ങളോടൊന്നും ഒന്നും സംസാരിക്കാനില്ല. பயங்கரமான ஸ்கிரிப்டா இருக்குடா. இங்கேயே இருக்க போறானுங்க. அந்த பின்னாடி ஒருத்தர் இருக்கான் பத்தியா, வேஷ்டி, அவனை முதல்ல புழக்கணும்டா. அவன் வயசுக்கு சேர்ற கூட்டமோட இது. வயசான ஆமாமா, கொஞ்சம் வயசு அதிகமாக தான் இருக்கு. எத்தனை ரொட்டேஷன்றது? இல்லை திரும்பி கேமரா வச்சிட்டாங்கன்னா ஸ்கூட்டி நல்லா இருக்கு. அந்த காலத்து ஸ்கூட்டி. கேமராமேன் பூந்து விளையாண்டுருக்காருப்பா. ஷாட்டெல்லாம் வந்து பயங்கரமா வச்சிருக்காரு. ஹெல்மெட் போட்டு வண்டி ஓட்டாதீங்க. ஹெல்மெட் போட்டு ஓட்டாதீங்களா? சீரியஸ். ஹெல்மெட் போடாம ஓட்டாதீங்க. போச்சுடா. வேற ஏதோ வண்டி சவுண்டு கேக்குது இல்ல? போல வேற ஏதோ சவுண்டு கேக்குது கேட்குது இல்லையா? ஏதோ கார் சவுண்டோ பைக் சவுண்டோ கேக்குது. இல்லை பேஸ் அது பேஸ் கார் வேணே பண்ணிட்டானுங்க. ஐயோ முடிஞ்சு. ஷார்ட் நல்லா இருக்கு. ஐயோ இந்த மாதிரி படம் நீ செட் ஆகாதுன்னு நினைக்கிறேன். பிடிச்சிருக்கீங்களோ தெரியல. ஸ்டேபிளா இருக்க மாதிரி இல்லையே. ஹாஸ்பிட்டலுக்கு கூப்பிட்டு போறானுங்களா? வாய்ப்பு இல்லை. நான் இடம்டா அது. பாதர் வருவானுங்க. வெட்டிங் ரிங்கோ. வெட்டிங் ரிங் தான். ஹாஸ்பிட்டலா? இல்லை தெரியல. இல்லை அவன் வீடு மாதிரி தானே இருக்கு.
ஆமா. ஹாஸ்பிட்டல் அவ்வளோ சேடிஸ்ட் மாதிரி தெரில அவனுங்க. க்ரீப்ஸ் தான், ஆனால் அவ்வளோ சேடிஸ்ட்லாம் இல்லை. இன்னும் தெரியாம பண்ண மாதிரில பண்றீங்க, பதட்டமா இருக்க மாதிரி இல்ல? தெரியாமல் நடந்த மாதிரி தான் இருக்கு, பட் போத் சான்சஸ் ஆர் தேர். இவன் மொழியே சரியில்லடா. சிசிடிவி இன்ஸ்டால் பண்ணியாச்சுன்னு சொன்னாங்களா இல்லை பண்ண போறாங்கன்னு சொன்னாங்களாங்க? இப்போ பண்ணலான்னு சொன்னாங்க. அந்த லைட் ஹவுஸ் அந்த இதுதான் சொன்னாங்க. ஏன்னா போட்டு போயிட்டானுங்க. This was bad. சுச்சுவேஷன் வந்து ரொம்ப பேடான சுச்சுவேஷன், பட் ஷார்ட்ஸ் பயங்கரமா இருக்கு, ஏஸ்தட்டிக்கா இருக்கு. நடுவில் எதுவும் நடந்திருக்கு போல. சிரிச்சுக்கிட்டு இருக்காங்க. இந்த வண்டி எடுத்துக்கடா. இல்லை மகிதா பீச்சோட இதை பார்த்துட்டானுங்க, சைக்கிள் பார்த்துட்டானுங்க. மழை இவன் தங்கச்சியா? அம்மா இவன் தங்கச்சி இல்லை, அது மூத்த பொண்ணு கல்யாணம், மூத்த அக்காவுக்கு. பிரேமன் செத்தான்டா. சொல்லிட்டேன். எடுத்தவன் பொண்ணுன்னா இது, உங்க வீட்டு பொண்ணுனா இதாடா டேய். செத்துருவான்னு நினைக்கிறான். தடுக்கிறான் ஒருத்தவன். கூட இருக்கிற அள்ளு செல்லுங்க பண்ற வேலை தான். தப்பிச்சிட்டான் பிரேமா. எப்படியும் கண்டிப்பா தெரியும்ல அவனுக்கு ஃபியூச்சர். இதுக்கப்புறமும் எதுவும் ஸ்டெப் எடுக்கணும்னா அவ்வளோதான். தெரிஞ்சு வந்திருக்காங்களோ? தெரிஞ்சுதான் இங்கே வந்திருக்க மாட்டானே. அப்புறம் இவ்வளோ நர்வஸாக இருக்கான். ஃபோன் பண்ணி எடுக்காம வந்திருக்கலாம். ஓ வெளியே கிடக்குதா? Too careless, bro. லைப்ரரி போகிற வழியில தான் ஸ்கூட்டி கிடக்கும்னு நினைக்கிறேன். பேமெண்ட் வரும். ஓ அப்போ போயிட்டு அப்படியே ரிட்டர்ன்ட்டாங்க போல. ஓகே, இங்கே ஸ்கூட்டி விழுந்துச்சு. இல்லை லைப்ரரி போகிற வழியில் போனாவே அந்த ஸ்கூட்டி கிடக்கும்ல. ஏ சூப்பராக இருக்குல்ல? ஆமாம்மா, அவங்க அவனே தான். மிரர் கிளாஸ். ஷார்ட்டே சரியில்லையே, எதுக்காகலாம் ஹாஸ்பிட்டல் வந்துட்டான் ஃபைனலி. ஓகே ஆமாம், சின்ன ஒரு மாதிரி தான் இருக்குது, நியூஸ் தெரியாமல் இருந்திருக்கும். എന്ത് പറ്റിയതാ? ഒന്നുമില്ല, വണ്ടി ഒന്ന് ചെറുതായിട്ട് തട്ടിയതാ. ആ സമയത്ത് എത്തിച്ചോണ്ട് ഒരു കുഴപ്പമില്ല, ടെൻഷന്റെ വഴിയൊന്നുമില്ല. அவர் எல்லாமே டவுன் ப்ளே பண்ணுறாருப்பா. ഹസ്ബൻഡാണ്, പിടിക്കാനൊന്നുമില്ല, മൈനർ ഇഞ്ചറീസേ ഉള്ളൂ. ആക്സിഡന്റ് ഷോക്കിലാണ്, വീട്ടിൽ പോകാൻ വേണ്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ഡ്രസ് കഴിഞ്ഞ സിസ്റ്ററെ? പ്രശ്നമൊന്നുമില്ല, ഈ മെഡിസിൻ മേടിച്ചിട്ട് വീട്ടിൽ പോവാം. ஏதோ ராங்கடா. എന്ത് പറ്റി പ്രിയ? சொல்கிறாங்க ஸ்கூட்டி எடுக்கிறாங்களா? இன்னமும் சரியில்லை. பேமா பார்த்து
ஷிட். திரும்பி அவர் திரும்பி கண்ணாடி தான் இருக்கு. இது பிரியா சைக் ஆயிட்டாங்க இவங்க. ஓ பிரியா 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 சேட்ரா. கோமா இருக்காங்களா மென்டலி ஏச்சு ப்ராப்ளம் ஆயிட்டா? കോമ தான் இருக்க மாதிரி இருக்கு. എന്തേക്കാണ് ഞാൻ തന്നോടാണ് സംസാരിക്കുന്നത്. എബി ഒന്ന് പുറത്തു പോയി നിന്നേ. കാര്യം എന്താണെന്ന് പറ. എന്നാത്തിനാ? എത്ര തവണ ഞാൻ പറഞ്ഞതാ എബി കൊടുത്ത് പറ്റത്തില്ല. എബി ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്താ ചെയ്തിട്ടുള്ളത്? എബി ഒരു ചുക്കും ചെയ്യത്തില്ലാന്ന് അവന്മാർക്ക് അറിയാം. വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടത് അവന്മാരാ. അതിന്റെ ഇടയിൽ എനിക്കുണ്ട് അബ്യൂസും വയലൻസും ഒന്നും എബിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ല. താൻ വന്നേ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഇത് കംപ്ലൈന്റ് ചെയ്യണം. എന്നാത്തിനാ? നീ എല്ലാവരുടെയും വെർബൽ റേപ്പും കൂടി സഹിക്കാൻ എനിക്ക് മനസ്സില്ല. അവരുടെ വണ്ടി എന്നെ ഇടിച്ചിട്ടില്ല, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് ആരും കണ്ടിട്ടുമില്ല. പിന്നെ അവന്മാരെ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കാനാ? എന്റെ അബോധാവസ്ഥയിൽ ഞാൻ ഓരോന്നും പറയുന്നതാന്ന് അവന്മാര് പറയത്തുള്ളൂ. ആരും എന്റെ കൂടെ നിക്കത്തില്ല എന്നും എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ എന്റെ ബോധത്തില് എനിക്കറിയാം എനിക്ക് എന്താ ഉണ്ടായിട്ടുള്ളതെന്ന്. എബി ഇന്ന് എന്നെ തൊടല്ലേ. എനിക്കിനി ഇവിടെ എബിയുടെ കൂടെ സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരിടത്ത് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എബി? You lost the respect, buddy. പപ്പിയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും പറ്റത്തില്ലേ. പ്രിയ എബി ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ പ്ലീസ്. എബി പോയിത്താ. என்னதான் ஆக்ஷன் இருக்குன்னு நினைக்கிறேன். கூலாக இருக்க மாதிரி இருக்கு. கூலாக இல்லை, இப்போ தான் சுச்சுவேஷன் புரிஞ்சுக்கிறான், இப்போ தான் ரியலைஸ் பண்ணுறான். பட் டூ லேட். இப்போ தான் ஆக்ஷன் இருக்குன்னு நினைக்கிறேன். உடஞ்சிட்டான். ஓகே, பார்ட் 3 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 4ல சந்திப்போம். நன்றி, வணக்கம். பாய்.